എന്താണ് POE? POE എന്നാൽ പവർ ഓവർ എതർനെറ്റ്. അതായത് നമ്മളുടെ എതർനെറ്റ് കേബിൾ വഴി, ലാൻ കേബിൾ വഴി നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതിനെയാണ് ഈ POE എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റ് പോലെ തന്നെ അതേ ചാനലിൽ കൂടി, അതേ വയറിൽ കൂടി തന്നെ നമ്മൾ കറണ്ടും കടത്തിവിടുന്നു. ഈ രണ്ടും ഒരേ കേബിളിൽ കൂടി കടത്തിവിടുന്ന ടെക്നോളജിയാണ് നമ്മൾ POE എന്ന് പറയുന്നത്, പവർ ഓവർ എതർനെറ്റ്. ഇൻ്റർനെറ്റിൽ കൂടി തന്നെ നമ്മൾ കറണ്ടും കടത്തിവിടുന്നു. ഇതിനെയാണ് POE എന്ന് പറയുന്നത്. ഇത് എവിടേക്കാണ് നമുക്ക് യൂസ് ആവുന്നത് നോക്കാം. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു മോഡം വച്ചിരിക്കുകയാണ്, അതായത് ഒരു ബ്രോഡ്ബാൻഡ് മോഡമാണത്. ആ മോഡത്തിൽ നിന്നും നമുക്ക് കണക്ടിവിറ്റി കുറച്ച് അടുത്തുള്ള ഒരു ക്യാമറയിലോ അല്ലെങ്കിൽ ഒരു ആക്സസ് പോയിൻറ്റിലോ നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ IP ഫോണുകളിലോ മറ്റോ നമുക്കത് ഉപയോഗിക്കണം. അതിനായി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ നമ്മളുടെ സ്വിച്ചിൽ നിന്നിട്ടും ലാൻ കേബിൾ നമ്മൾ ഇത്തരം ക്യാമറകളിലോട്ടും ഇല്ലെങ്കിൽ ആക്സസ് പോയിൻറ്റിലോട്ടും ഈ പറഞ്ഞ ബാക്കിയുള്ള ഡിവൈസുകളിലോട്ടൊക്കെ നമ്മൾ എതർനെറ്റ് വഴി കണക്റ്റ് ചെയ്യും, അതായത് ലാൻ കേബിൾ വഴി കണക്റ്റ് ചെയ്യും. ഇത്തരത്തിൽ കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ ഡിവൈസുകൾ, ഈ ക്യാമറ ആയാലും IP ഫോൺ ആയാലും ആക്സസ് പോയിൻ്റ് ആയാലും ഇതൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിലും അവിടെ ഒരു ചാർജർ ആവശ്യമാണ്, ഒരു അഡാപ്റ്റർ ആവശ്യമായിട്ടുണ്ട്. സോ ഇതിന് കറണ്ട് വേണ്ടതായിട്ട് വരും. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ക്യാമറ വെച്ചിരിക്കുന്നത് നമുക്കറിയാം, എന്തായാലും മുകളിലൊരു സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ആക്സസ് പോയിൻറ്റും ഇതുപോലെ തന്നെ വളരെ ഒരു ദൂരത്തൊരു സ്ഥലത്തായിരിക്കും വെച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ഈ ഒരു പവർ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതായത് ഈ ഒരു ഇലക്ട്രിസിറ്റി, ഒരു പ്ലഗ്, ഒരു സ്വിച്ച് പോയിൻ്റ് അവിടെ കൊടുത്തിട്ട് അവിടെ നിന്നൊരു ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരു പോസിബിളായിട്ടല്ല, ഒരു കാര്യമല്ല. ഇല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പവർ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഡിവൈസുകൾ വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു പവറിൻ്റെ ആവശ്യം അവിടെ വരും. ഇത്തരം സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ പവർ ഓവർ എതർനെറ്റ്, അതായത് എതർനെറ്റിൽ കൂടി തന്നെ, ലാൻ കേബിളിൽ കൂടി തന്നെ കറണ്ട് കടത്തിവിടുന്നത് കൂടുതലായി ഉപകാരപ്പെടുന്നത്. ഇത്തരം കേബിളുകൾ വഴി നമ്മൾ POE നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളിൽ, അതായത് ഇത്തരം എല്ലാത്തിലും നമുക്കത് പവർ കൊടുക്കാൻ പറ്റില്ല. അതായത് POE സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറകളും IP ഫോണുകളും അല്ലെങ്കിൽ എന്തായാലും POE സപ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാത്തിലും തന്നെ നമുക്ക് ഈ ഒരു പവർ ഓവർ എതർനെറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ഇതിപ്പോൾ നമുക്ക് അതിനുവേണ്ടി സെപ്പറേറ്റ് ഡിവൈസുകളുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലത്തെ POE ഡിവൈസുകളുണ്ടാവാം, ഇല്ലെങ്കിൽ POE സപ്പോർട്ട് ചെയ്യുന്ന POE സ്വിച്ചുകളുണ്ട്. ഇത്തരം സ്വിച്ചുകളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു പവർ കടത്തിവിടാം. ഈ ഒരു എതർനെറ്റ് കേബിളിലൂടെ പവർ നമുക്ക് കടത്തിവിട്ട് ഇത്തരം ഡിവൈസുകൾ, ക്യാമറ ആയാലും IP ഫോൺ ആയാലും ആക്സസ് പോയിൻ്റ് ആയാലും സ്വിച്ച് ആയാലും എന്തായാലും അതിനെ പവർ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഇലക്ട്രിക് പ്ലഗുകളോ അല്ലെങ്കിൽ അഡാപ്റ്ററുകളോ ഉപയോഗിക്കാതെ തന്നെ ഇത്തരം ഡിവൈസുകളിൽ നമുക്ക് ആ ഒരു ഇലക്ട്രിസിറ്റി പവർ എത്തിക്കാനായിട്ട് ഈ ഒറ്റ കേബിളിൽ കൂടി തന്നെ, ഇൻ്റർനെറ്റും അതേപോലെ തന്നെ അതേ കേബിളിൽ കൂടി തന്നെ ആ ഒരു പവർ എത്തിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ടെക്നോളജിയാണ് POE എന്ന് പറയുന്നത്, പവർ ഓവർ എതർനെറ്റ് എന്ന് പറയുന്നത്. ഈ ടെക്നോളജി തന്നെ പല വിധത്തിലുണ്ട്. ടൈപ്പ് A, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെ പറഞ്ഞ പല ടൈപ്പ് എതർനെറ്റ്, അതായത് ഈ കറണ്ട് എതർനെറ്റിലൂടെ കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജ് അനുസരിച്ച് POE പ്ലസ് അങ്ങനെ ഒരു പല വേരിയൻറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഈ POE സ്വിച്ചുകളും അല്ലെങ്കിൽ POE അഡാപ്റ്ററുകളെല്ലാം അത്തരം പല കാറ്റഗറീസിൽ അത് അവൈലബിൾ ആണ്. അത് നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കത് മേടിക്കാവുന്നതുമാണ്. ഇതിൻ്റെ പ്രധാന ബെനിഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലഗ് പോയിൻറ്റോ അല്ലെങ്കിൽ ആ ഒരു പോയിൻറ്റോ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു എതർനെറ്റ് കേബിൾ വഴി തന്നെ പവർ കടത്തിവിടാം എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു ഗുണകരം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് POE എന്നുള്ളത്. POE സ്വിച്ചുകളാണ് കൂടുതൽ ക്യാമറകളിലൊക്കെ ഉപയോഗിക്കുന്നത്. POE സ്വിച്ചുകളാണ്. POE സപ്പോർട്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്തൊരു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പവർ കൊടുക്കുമ്പോൾ ഈ എതർനെറ്റ് കേബിൾ Cat 5 തുടങ്ങിയുള്ള എല്ലാ കേബിളുകളും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഇലക്ട്രിസിറ്റി കടത്തിവിടുക എന്നുള്ളത്. പക്ഷേ അത് സപ്പോർട്ട് ചെയ്യുന്നൊരു സ്വിച്ച് കൂടിയായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്നൊരു സ്വിച്ച് അല്ലെങ്കിൽ ക്യാമറ ആയാലും എന്തായാലും POE സപ്പോർട്ടഡ് ആയിട്ടുള്ളത് കൂടി ആയിരിക്കണം അവിടെ ഇരിക്കേണ്ടത്, അപ്പുറത്തെ എൻഡിൽ ഇരിക്കേണ്ടത്. എന്നിരുന്നാലാണ് ഇതൊരു സപ്പോർട്ടഡ് ആവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വസ്തുത. എന്നാലും ഈ ഒരു പവർ ഓവർ എതർനെറ്റ് POE എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ട ഒരു നെറ്റ്വർക്കിംഗ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതറിയാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു POE എന്ന് പറയുന്നത്. അവർ കൂടുതലും POE സ്വിച്ചുകളും POE ക്യാമറകളൊക്കെ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതാണ് കൂടുതൽ എളുപ്പവും അതുതന്നെയാണ്. സോ ഇതാണ് ഈ ഒരു POE എന്ന് പറയുന്ന പവർ ഓവർ എതർനെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.